നമുക്കിനി ബെൻസണിലേക്ക് കൂടി പോകാം. ബെൻസൺ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു 2.5 മണിക്കൂറിലേക്കൊക്കെ എത്തുകയാണ്. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. നിലമ്പൂർ ഇപ്പോൾ 7.2% പോളിംഗ് പെർസെൻറ്റേജ് വരുന്നു. ഈ നഗരസഭ ഗ്രാമം അത് എങ്ങനെയാണ് ആ ഒരു വോട്ടിംഗ് നടക്കുന്നത് ഇപ്പോൾ നിലവിൽ ബെൻസൺ? കാരണം നിലമ്പൂർ നഗരസഭയിൽ അത്യാവശ്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. അതെ സേതുലക്ഷ്മി, നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് പാടെ കുറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുളായി പഞ്ചായത്തിലാണ്. കരുളായി പഞ്ചായത്തിൽ ഞാൻ നേരത്തെ ഒരു സ്കൂളിൽ പോയിരുന്നു. അവിടെ ബൂത്തിൽ കാര്യമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നില്ല, ആളുകൾ എത്തിച്ചേരുന്നുണ്ടായിരുന്നില്ല. അത് ദേവദാർ ALP സ്കൂളിലായിരുന്നു പോയത്. അവിടെ 4 ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ 4 ബൂത്തിലും ആ സമയത്ത് കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ ബൂത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് സാധാരണ ഇതിലും കൂടുതൽ തിരക്ക് ഉണ്ടാവേണ്ടതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ അപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം 59 പുതിയ ബൂത്തുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാവാം ചിലപ്പോൾ അത്തരത്തിൽ ആളുകളുടെ എണ്ണം കുറയുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് KMHSS കരുളായിലാണ്. ഇവിടെ 6 ബൂത്തുകളാണുള്ളത്. 219 മുതൽ 224 വരെയുള്ള 6 ബൂത്തുകളാണുള്ളത്. ഈ കരുളായി പഞ്ചായത്തിൽ ഇതുവരെ 6.9% പോളിംഗ് നടന്നിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് കരുളായി. 2000 മുതൽ ഇങ്ങോട്ട് LDFും UDFും മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കരുളായി. ഒരു ബലാബലം നടക്കുന്ന പഞ്ചായത്ത് എന്ന് തന്നെ പറയാം. വ്യക്തമായൊരു സ്വാധീനമുണ്ട് കരുളായിൽ, അല്ലേ ബെൻസൺ? അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇവിടെ ഈ 15 വാർഡുകളാണ് ഉള്ളത്. അതിൽ 8 വാർഡുകൾ UDFും 7 വാർഡുകൾ LDFുമാണ് ഭരിക്കുന്നത്. അതിൽ 7 LDF വാർഡുകളിൽ ഒരു CPIM സ്വതന്ത്രനുണ്ട്. അയാൾ അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പോൾ അൻവറിനെ തൊടാതെ എവിടെയും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ആകർഷണവും അത് തന്നെയാണ്. അൻവർ ആണ് പ്രധാന ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രാമ മേഖലകളിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ടാവാം ചിലപ്പോൾ അത്തരത്തിൽ തോന്നുന്നത്. ഏറ്റവും കുറവ് നിലവിൽ എനിക്ക് തോന്നുന്നു വഴിക്കടവ് പഞ്ചായത്തിലാണ്. അവിടെ 4.4% മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് നിലവിൽ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലാണ്. അത് 8.8% പിന്നീട് വരുന്നത് ചുങ്കത്തറയാണ്. അവിടെ 7.7 ഉണ്ട്. പിന്നെ കരുളായി 6.9, പിന്നെ എടക്കരയിലും പോത്തുകല്ലിലും 6.8% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അമരമ്പലത്ത് 6.7 ഉണ്ട്. മൂത്തേടത്ത് 5.7, വഴിക്കടവിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറവ് 4.4. നമ്മളിപ്പോൾ ഇപ്പോൾ 2-3 സ്കൂളുകളിൽ അല്ലെങ്കിൽ ബൂത്തുകളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് എത്തിച്ചേരുന്നത്. വലിയ ക്യൂ ഒന്നും തന്നെ എല്ലായിടത്തും ഇല്ലെങ്കിലും ഉള്ള ക്യൂവിൽ കൂടുതലും ഉള്ളത് സ്ത്രീകൾ തന്നെയാണ്. വനിതകളാണ് കൂടുതലായിട്ട് എത്തിച്ചേരുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ബൂത്തിലൊക്കെയും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് ആളുകളുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചേച്ചി രാവിലെ നേരത്തെ വന്നതാണോ വോട്ട് ചെയ്യാൻ, അതോ ഇപ്പോൾ വന്നേ ഉള്ളൂ? വന്നേ ഉള്ളൂ. നീ ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനാണോ, അതോ വീട്ടിക്ക് തന്നെ? സാധാരണ തിരഞ്ഞെടുപ്പിന് ഈ സമയത്തൊക്കെ ഇത്രയും തിരക്ക് ഉണ്ടാവാറുള്ളൂ, അതോ ഇപ്പൊ വന്നേ ഉള്ളൂ ചേച്ചി? വന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം പെട്ടെന്നുണ്ടായൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പം നമ്മുടെ ഈ നാടിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ചയായി എന്ന് തോന്നുന്നുണ്ടോ? തോന്നണില്ല. എങ്കിലും വോട്ട് ചെയ്യാനായിട്ട് വന്നു, നമ്മുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ വേണ്ടി വന്നു. കാര്യമായിട്ടുള്ള തിരക്കുണ്ടോ? സാധാരണ തിരക്കുണ്ടാവാറുണ്ടോ ഇവിടെ? ഈ മാത്രമൊക്കെ തന്നെയുള്ളൂ. എന്നാലും പിന്നെ തിരക്ക് തന്നെയാണല്ലേ. ഈ മഴ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, മഴ കുറവ് തന്നെയാണ്. നേരെ തൊട്ട് കമ്മിയാണ്. അപ്പം ചേച്ചി കാര്യം PL ആണോ? അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ രാവിലെ തൊട്ട് തന്നെ ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റിടങ്ങളിലേക്കും കൂടി പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ വരികളിൽ കൂടുതലായിട്ടും നിൽക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പോൾ ഒരു രണ്ട് ചേട്ടന്മാർ മാത്രമാണ് ഇവിടെ ഈ വരിയിലുള്ളത്. ചേട്ടാ നേരത്തെ വന്നാണോ, അതിപ്പോ വന്നേ ഉള്ളൂ? അല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് ആളുകൾ വരാനാവുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്, എന്നാലും തന്നെ ആളുകൾ വരുന്ന കാണുന്നില്ല. വരുമായിരിക്കും പ്രതീക്ഷ. സാധാരണ തെരഞ്ഞെടുപ്പിന് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പോളിംഗ് അങ്ങ് നടക്കുന്നതാണ്. കൂടുതൽ ആളുകൾ ഒരുവിധം തിരക്കുകളൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അത്രത്തോളം അങ്ങ് തിരക്ക് കാണുന്നില്ല. കാരണം കുറച്ച് ബൂത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കാര്യമായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോയി എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. അൻവർ ഒരു പ്രധാന ഫാക്ടർ ആയിട്ടുണ്ടോ മണ്ഡലത്തിൽ? അങ്ങനെ പറയാൻ പറ്റൂല. നമുക്ക് വോട്ട് തന്നെ തീരുമ്പോൾ അറിയാം.
അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ബൂത്ത് എണ്ണം വർദ്ധിച്ചതാവാം ചിലപ്പോൾ ഈ തിരക്ക് കുറയാനുള്ള കാരണം.